സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ബ്ലേഡ് മാറുന്ന ഒരു വീഡിയോ ആണ്. ഈ ബ്ലേഡ് എങ്ങനെയാണ് പുതിയതായിട്ട് അറിയാൻ മേലാത്തവർക്ക് എങ്ങനെയാണ് ബ്ലേഡ് മാറുന്നതെന്നുള്ളൊരു കാഴ്ചയാണ്. ബ്ലേഡ് രാകുന്നതും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു ബ്ലേഡ് മാറാൻ പറഞ്ഞു. ക്ലീൻ ചെയ്യാൻ അറിയാം, പക്ഷെ ബ്ലേഡ് മാറാൻ അറിയാമല്ല. അന്ന് ഈ സംവിധാനങ്ങളൊന്നുമില്ല. ഞാൻ ആകെ പെട്ടുപോയി. അവരോട് പറഞ്ഞു എനിക്ക് ബ്ലേഡ് മാറാൻ അറിയില്ല, പക്ഷെ പ്ലെയിൻ ചെയ്യാൻ അറിയാം, ബ്ലേഡ് മാറാൻ അറിയാമല്ല. അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ ബ്ലേഡ് മാറുന്ന ഒരു വീഡിയോ. സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ ഒരു മട്ടം വെച്ച് ഇങ്ങനെ വരച്ച് നോക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങളൊരു തിയറിക്കലായിട്ടാണ് ഗൾഫിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയാണ്. അത് വെച്ചാണ് ഇത് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടൊരു വീഡിയോ ആണ്. ഒരു തടിക്കഷ്ണം എടുക്കുക. ഇങ്ങനെ പഴയ ഏതെങ്കിലും ഒരു കഷ്ണം വന്നാൽ പ്ലെയിൻ ചെയ്തൊരു പീസ് ആയിരിക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ ഇവിടെ ഇത് മാർക്ക് ചെയ്യുക. നമ്മുടെ ഈ ബ്ലേഡിൻ്റെ പൊക്കം അനുസരിച്ച് ഈ ബെഡ് താത്തോണ്ട് ഇതിങ്ങനെ ബ്ലേഡിൻ്റെ പൊക്കം അനുസരിച്ച് ഇതിങ്ങനെ മാറ്റുമ്പോൾ ഇത് ഈ വരയിലോട്ട് വരണം. അതായത് ഇതിങ്ങനെ കറക്കി വരുമ്പോൾ തന്നെ ഇതേലോട്ട് വരണം. അതിനനുസരിച്ച് ഇത് താത്ത് കൊടുക്കണം. താത്ത് കൊടുത്തിട്ട് നമ്മൾ ആ പഴയ രീതിയിലോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ ഇത് വെക്കണം. ഈ വരയിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരുന്ന ഇതാണ് എൻ്റെ കണക്ക്. ഇങ്ങനെ കൊണ്ടുവരണം. അതുപോലെ തന്നെ 4 വശത്തെ ബ്ലേഡും അതുപോലെ കൊണ്ടുവന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ ഈ ബ്ലേഡ് അഴിക്കാവുള്ളൂ. ഇത് വീണ്ടും അതുപോലെ തിരിച്ച് സെറ്റ് ചെയ്യുന്നൊരു എല്ലാം കാണിക്കുക. അങ്ങനെയാണ് ഇപ്പം ഈ ബ്ലേഡ് ഇങ്ങനെ വെക്കുക. ബ്ലേഡ് ചാകുന്നത് എങ്ങനെയാണെന്നുള്ളതല്ലേ. ഇതിങ്ങനെ വെച്ചിട്ട് ഈ കല്ല് ടൈറ്റ് ചെയ്തിട്ട് ഇതിനെ പിടിക്കുന്നു. ഇതിങ്ങനെ വരച്ച് ഇപ്പുറത്തുണ്ട് ഒരേപോലെ ആകാൻ വേണ്ടി ഇവിടെയും ഇങ്ങനെ വെക്കും. വരച്ച് നോക്കുന്നു, രണ്ടിടത്ത് ഒരേപോലെ. ഇത് കറക്റ്റ് നമുക്ക് ഓണാക്കുന്നു. ഈ രാഗിയ ബ്ലേഡാണത്. എന്താ ഷാർപ്പാക്കി എടുത്താൽ ഇതിങ്ങനെ തരവ് വരുമ്പോൾ നമ്മളത് മോനയായെന്ന് മനസ്സിലാകുന്നത്. ചെറിയൊരു തരവ് വരണം. ഇപ്പുറത്ത് തരവെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം വരും. വിദേശത്തൊക്കെ ഇതുപോലെയല്ല ഗ്രൈൻഡ് ചെയ്യുന്നത്. അതിന് വേറെ മെഷീനുണ്ട്. ആ മെഷീനിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് രാഗി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഈ തരവൊന്നും അവിടെ തരവെല്ലാം കളയാനുള്ള വേറെ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോൾ നാട്ടിലല്ലേ ഇത്ര സംവിധാനം, അതിനുള്ള സമയമുള്ളൂ. പെട്ടെന്ന് വർക്ക് ചെയ്യുക. പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. ബ്ലേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് ചിലർ ഈ പട്ടത്തിന് അവിടെയൊക്കെ വെച്ച് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുക. ഇത് ഞങ്ങൾ ചെയ്യുന്നൊരു മെത്തേഡായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ടൈറ്റ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് എല്ലാം സ്ക്രൂവും ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു ബ്ലേഡ് സെറ്റ് ചെയ്തിട്ട് വേറെ വർക്കിന് പോകരുത്. 3 ബ്ലേഡും സെറ്റ് ചെയ്ത ശേഷം വേറെ വർക്കിന് പോകാവുള്ളൂ. എല്ലാ ബ്ലേഡും ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആ മാർക്കിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. 1 മില്ലിയൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. പലകയൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾ ചെയ്തോണ്ടല്ലോ പലക കറക്റ്റ് കാണാൻ ഒരുപോലെ ചെയ്യും. ഈ പ്ലാറ്റ്ഫോമേന്നല്ലേ ഇത് പിടിക്കുന്നത്. അല്ല ഇവിടെ ഒരു കന അവിടെ ഒരു കനായി പോവും. നമ്മൾ 3 ബ്ലേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ മാർക്കിങ്ങിലോട്ട് വന്നു. ഇവിടെ നമ്മൾ ആ മാർക്കിങ്ങിലോട്ട് വന്നു. അടുത്ത ബ്ലേഡും നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ആ മാർക്കിങ്ങിലോട്ട് വന്നു. ഇവിടെ അതുപോലെ തന്നെ അടുത്ത ബ്ലേഡ്. അങ്ങനെ 3 ബ്ലേഡും നമ്മൾ സെറ്റ് ചെയ്ത്. 3 ബ്ലേഡ് സെറ്റ് ചെയ്ത് മൂന്നാമത്തെ ബ്ലേഡ് ഇവിടെ കാണിക്കാം. മൂന്നാമത്തെ ബ്ലേഡും നമ്മളങ്ങനെ കറക്റ്റായിട്ട് ആ വരയിലോട്ട് കൊണ്ടുവന്നു. 1 മില്ലിയൊക്കെ വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ മാർക്കിങ്ങിലോട്ട് വന്നു കാണാമോ. അങ്ങനെ 3 ബ്ലേഡും നമ്മൾ ഈ വരയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ബാർ അഴിച്ച് മാറ്റിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഈ ബാർ അഴിച്ച് മാറ്റിയിട്ട് വേണം ഇതൊക്കെ ബ്ലേഡൊക്കെ മാറി എല്ലാ ബ്ലേഡും കറക്റ്റായിട്ട് മുറുക്കിയ ശേഷം ഓണാക്കാവുള്ളൂ. എല്ലാം പക്കായിട്ട് എല്ലാം 3 പ്രാവശ്യം ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഓണാക്കാവുള്ളൂ. പലരും പല മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഞങ്ങൾ ഗൾഫിൽ ചെയ്തതാണെന്ന് പറഞ്ഞല്ലോ.
അങ്ങനെ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇത്. വളരെ ഈസിയാണ് ചെയ്യാൻ. ഇതുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലേഡുകളെല്ലാം ഒരേപോലെ ആയിരിക്കും. ഈ ബ്ലേഡിൻ്റെ പൊക്കവും അടുത്ത ബ്ലേഡിൻ്റെ പൊക്കവും ഒരേപോലെ ആയിരിക്കും. നമ്മൾ ഏകദേശം ഈ മട്ടം വെച്ച് ഇങ്ങനെ വെക്കുന്ന പോലെയല്ല, എല്ലായിടത്തും ഒരേപോലെ പൊക്കമായിരിക്കും. അപ്പോൾ അതിന് ബ്ലേഡെല്ലാം തടി കട്ടാകുന്ന ഒരേപോലെ ആയിരിക്കും. തടിയിൽ ഇങ്ങനെ പാടുകളൊന്നും വരികയില്ല. പിന്നെ ഏറ്റ് കനമായിരിക്കും. പല കടികളെ തിക്നെസ് വിടുമ്പോഴത്തേന് ഇവിടത്തെ കനം ഒരുപോലെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ പുതിയ മെഷീൻ മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് പുതിയ മെഷീൻ മേടിച്ചപ്പോൾ പഴയ പലക കുറച്ചടിക്കാനുണ്ടായിരുന്നു. അത് ഉണങ്ങിയ പലക. ഇപ്പം അതിനകത്തെ കമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പ് കയറി ടൈറ്റായിട്ട് ഇതിങ്ങനെ മുഴച്ചു വന്നു. അതായത് ഇത് എളുപ്പമാണ്. അത് നിങ്ങൾ തട്ടി നിർത്തപ്പോൾ അടന്നുപോയി. അപ്പോൾ നിങ്ങൾ പുതിയ മെഷീൻ മേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ പലക, അതായത് ഉണങ്ങിയ പല അടിക്കുമ്പോൾ ഈ ബെഡ് ശകലം താത്തിടണം. ഇവിടെ ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ ഈ ബെഡ് ശകലം താത്തിട്ട് ഇവിടെ ഗ്യാപ്പ് കൂട്ടിയിടും. ഇപ്പോൾ ഈ ഗ്യാപ്പിലാണ് ഈ ബ്ലേഡിൻ്റെ ഈ ഗ്യാപ്പിൽ കൂടെ വേണം ഈ പൂള് വരാൻ. പഴയ മെഷീനൊന്നും കുഴപ്പമില്ല. പുതിയ മെഷീനൊക്കെ വാങ്ങുന്നൊരു ഇത് കുറച്ച് താത്തിടുമ്പോൾ വിടവ് കൂടും. അപ്പോൾ ഇതിലൂടെ പൂളിങ്ങനെ പോരാനുള്ള ഗ്യാപ്പ് കൂടും. ഇപ്പോൾ ഇങ്ങനത്തെ ചെറിയ കമ്പൊക്കെ ഉണ്ട്, ഇതിലൂടെ പോയി. ഇത് കമ്പ് വന്ന് തെങ്ങിയിട്ട് ഇവിടെ മുഴച്ച് വന്നതാണ്. തട്ടി ലെവലാക്കി മടന്നുപോയി. പുതിയ മെഷീൻ മേടിച്ചിട്ട് ഒരു മാസം ആകുന്നതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചതാണ്. മൂന്നും ഒരേപോലെ പൊക്കമാണെങ്കിൽ ഇതുപോലെ പൊളിച്ചിലൊന്നും വരില്ല. നല്ല ഫിനിഷിംഗ് ആയിരിക്കും. നല്ല ഫിനിഷിംഗ് ആയിട്ട് പൊളിച്ചിലൊന്നും വരാതെ കമ്പൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ വലുതായിട്ടൊന്നും നടന്നു പോകില്ല. ഇങ്ങനെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ബ്ലേഡ് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചാട്ടവും പിന്നെ ഇതുപോലത്തെ കമ്പൊക്കെ തെറിച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം പലയൊക്കെ അടിച്ചടിച്ച് ഇവിടെ വരുന്നുള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്യുമ്പം തിക്നെസ് കറക്റ്റായിരിക്കും. അത് ഈ വശത്തെ തിക്നെസ്സും കറക്റ്റായിരിക്കും. അതാണ് പ്രത്യേകത. അത് അടിയിൽ കൂടെ വിടുമ്പോഴത്തേന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ സെറ്റ് ചെയ്ത അളവ് കറക്റ്റാക്കുന്നത്. അപ്പോൾ താഴെ കൂടെ വരുമ്പോഴത്തേനും ഒരേപോലെ ആയിരിക്കും തിക്നെസ് വരുന്നത്. ഓണാക്കാൻ പോട്ടോ. എല്ലാവർക്കും ഈ ബ്ലേഡ് രാകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഗുഡ് ബൈ.